ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ എടുക്കുന്ന ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. എന്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ റിപ്ലൈ എല്ലാം അപ്പം തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ നോക്കാനായിട്ട് പോകുന്നത് അതായത് അപ്പോൾ തുടങ്ങാം അല്ലേ? ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ഞാനിങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സിന്റെ ഡീറ്റെയിൽ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നിവിടെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും എന്താണ് ആ ക്ലാസ് എന്ന് നമുക്ക് നോക്കാം. എന്തിനെ പറ്റിയാ കുട്ടി ഡൗട്ട് ചോദിച്ചു എന്നുള്ളതും ഞാൻ അവിടെ പറയാട്ടോ. വേർഡ്സ് ഡിസ്ക്രൈബിങ് ടൈം അതായത് വേർഡ്സ് ഡിസ്ക്രൈബിങ് ടൈമിനെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയല്ല. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടാണ് ചോദിച്ചിരുന്നത്. ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് ഇട്ടിരുന്നത്. അപ്പൊ അതിന്റെ ലോങ് വീഡിയോ അതിനെപ്പറ്റി എന്തുവാണ് കൂടുതലായിട്ട് അറിയണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടാണ് കുട്ടി ഇങ്ങനെ മെസ്സേജ് അയച്ചത്. സോ അപ്പൊ എന്തായാലും കുട്ടി പറയുന്ന പോലെ ഞാൻ ഇപ്പൊ ഡീറ്റെയിൽഡ് ക്ലാസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ അപ്പൊ വേർഡ്സ് ഡിസ്ക്രൈബിങ് ടൈം എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഓരോ വേർഡ്സ് നമ്മളിപ്പോ ഓരോന്ന് പറയും. ഇപ്പൊ അത് ഹാപ്പി ആയിക്കോട്ടെ, സാഡ് ആയിക്കോട്ടെ, നല്ല മൂമെന്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും മെമ്മറീസ് ആയിക്കോട്ടെ, എന്തുവായാലും നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ടൈം നമ്മളിപ്പോ കഴിഞ്ഞ ഇപ്പൊ 2018 എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ആ വർഷം എന്താ നമുക്ക് ഓർമ്മ വരിക? പ്രളയം വന്നതാണ് നമുക്ക് ഓർമ്മ വരിക. അങ്ങനെ ഇപ്പൊ 2019 കൊറോണ ടൈമാണ്. അപ്പൊ അതൊക്കെ ഓരോ വർഷങ്ങളും നമുക്ക് ഓരോന്ന് ഓർമ്മ വരും. അപ്പൊ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം ആ ടൈമിൽ എന്തോ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ നമുക്ക് പറയാം കഴിഞ്ഞ വർഷം എന്താ മഴ പെയ്തിരുന്നു. പക്ഷെ ഒത്തിരി വെള്ളമൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ചൂട് കൂടുതലായിരുന്നു എന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ എടുത്ത് പറയില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ വേർഡ് ഡിസ്ക്രൈബിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ വേർഡ്സിനെ നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ കാലത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പൊ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പറയും. ഓ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. കഴിഞ്ഞ വർഷം ഭയങ്കര ചൂടായിരുന്നു. ഈ വർഷം അത്ര ഇല്ല എന്നൊക്കെ നമ്മൾ ക്രോളജിക്കലി നമ്മൾ പറയും. ഇപ്പൊ നാളത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ പറയും അടുത്ത വർഷം ഇനി എങ്ങനെ ഇരിക്കുമോ നമുക്ക് അറിയത്തില്ല എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ വേർഡ് ഡിസ്ക്രൈബിങ് ടൈം. അപ്പൊ സമയം കൂടി നമ്മൾ പറയും. കഴിഞ്ഞതായാലും ഇനി വരാൻ പോകുന്നതായാലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതായാലും എല്ലാം ഇതിൽ ഉൾപ്പെടും. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ. ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് ദ ഇയർ ബിഫോർ ലാസ്റ്റ് വാസ് വെരി കോൾഡ് എന്ന് വെച്ചാല് നമ്മളുടെ ഇയർ ബിഫോർ അതായത് ഇപ്പൊ ഇത് 2025 അപ്പൊ 23-ലാണ് ഈ സംഭവം. അതായത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് അത് ഭയങ്കര വെരി കോൾഡ് ഭയങ്കര തണുപ്പായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കഴിഞ്ഞ വർഷം നമുക്ക് എന്തുവാ അത്രത്തോളം ഇല്ലായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷമാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. കഴിഞ്ഞ വർഷം പക്ഷെ നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. ചൂടും കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയത്തില്ല. അപ്പൊ അതാണ് അത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കാലങ്ങൾ ഒക്കെ നമ്മൾ പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമഘട്ടകരമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഓരോരുത്തർ പറയും. കഴിഞ്ഞ വർഷം എനിക്ക് ഇങ്ങനെയാണ്, കഴിഞ്ഞ വർഷം എനിക്ക് കൊള്ളത്തില്ലായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്ക് വളരെ നല്ലൊരു വർഷമായിരുന്നു, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ ഓർത്തോർത്ത് പറയാറുണ്ട്. അപ്പൊ അതിനെയാണ് ഇത് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഇയർ വാസ് ഇപ്പൊ നമ്മൾ അതൊക്കെ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കുറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വേണമെങ്കിൽ ഞാൻ അതിന്റെ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് മെൻഷൻ ചെയ്തേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങനെ എടുത്ത് പറയുന്നത്. ഇതിൽ ഞാൻ പറയുന്നത് തന്നെ ഇതാണ്. അപ്പൊ നമ്മൾ ടൈമിനെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ നാളെ ഇപ്പൊ ഇനി 2025 തുടങ്ങി. അപ്പൊ നമുക്ക് അറിയത്തില്ല ഇനി മുന്നോട്ട് എങ്ങനെ ഈ വർഷത്തെ മഴ ഒക്കെ വരുമ്പോഴത്തേക്കും പ്രളയം വരുവോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമോ, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ലയോ, എന്തുവാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് ഇനി മുന്നോട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഇപ്പൊ സംഭവിക്കുന്ന ഇപ്പൊ ഭയങ്കര ചൂടാണ്. നമുക്ക് പറ്റുന്നില്ല ഒട്ടും. കഴിഞ്ഞ വർഷം എന്താ ഇത്രത്തോളം ചൂടില്ലായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഈ വർഷം ഇനി എന്തായിരിക്കും എന്ന് നമ്മൾ പ്രോബബ്ലി നമ്മൾ എല്ലാവരുടെയും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അപ്പൊ അതിനെയാണ് നമ്മൾ ഇതിങ്ങനെ പറയുന്നത്. വേർഡ്സ് ഡിസ്ക്രൈബിങ് ടൈം പല സാഹചര്യത്തിലും നമ്മൾ പറയാറുണ്ട്. ഇപ്പം നല്ല കാര്യങ്ങളായിക്കോട്ടെ, അഥവാ മോശ കാര്യങ്ങളായിക്കോട്ടെ, അഥവാ
അതൊരു ഇപ്പൊ ഓർത്തു വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം. എന്തായാലും നമ്മൾ മെമ്മറിയിൽ ഫീഡാണെങ്കിൽ നമുക്കത് ഓർമ്മ വരും. അപ്പൊ നമ്മളത് സ്വാഭാവികം ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്നൊരു കാര്യം ഈ വർഷം അതേ മാസം അതേ ദിവസമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മ വരും. നമ്മള് കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു, എത്ര നന്നായിരുന്നു എന്നൊക്കെ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാം കഴിഞ്ഞ വർഷം എന്താ പറയാ കോളേജിൽ ഇങ്ങനെയൊക്കെയാ. ഇപ്പൊ നിങ്ങൾ ടൂർ പോയിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും. കഴിഞ്ഞ വർഷം നിങ്ങൾ ടൂർ പോയിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ അത്ര മനോഹരമാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്നൊക്കെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഓങ്കിൽ നിങ്ങൾക്ക് മെമ്മറിയിൽ വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഈ വർഷം ആകുമ്പോഴത്തേക്കും അതേ ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓർമ്മ വരും. കഴിഞ്ഞ വർഷം ഞങ്ങൾ ടൂർ പോയിരിക്കുകയായിരുന്നു, നല്ല രസമായിരുന്നു, സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു, ഒരു എന്താ പറയാ വെറൈറ്റി ഓഫ് പ്ലേസുകളായിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് അത് പറയാം. അപ്പൊ അത് നമുക്ക് സമയത്തിനും അതേപോലെ തന്നെ ഇതും സൂചിപ്പിക്കുന്നതാണ്. നമ്മളത് ഒരു സമയത്തിനെ നമ്മളത് വിവരിച്ച് പറയാണ്. എന്താ കഴിഞ്ഞ വർഷം അതേ സമയത്ത് നമുക്ക് എന്ത് സംഭവിച്ചത് എന്നുള്ളത്. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതെല്ലാം കൂടി എടുത്ത് ഇങ്ങനെ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അത്രയേ ഉള്ളൂ. സോ അപ്പൊ അതെനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നാളെ എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നാം ഒന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് മന്ത് വാ സ്കൂൾ, അത് കഴിഞ്ഞ മാസത്തിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പൊ അത് വിന്റർ സീസൺ ആയിരുന്നു, വിന്റർ മീൻസ് മൺസൂൺ സീസൺ ആയിരുന്നു. സോ അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പൊ നമുക്ക് എന്തോ സമ്മർ സീസൺ വരികയാണ്. അപ്പൊ എത്രത്തോളം ചൂടാവും എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പ്രോബബ്ലി എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പ്രോബബ്ലി നമ്മൾ എല്ലാവരും കോമൺലി ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ഇപ്പൊ ഈ വർഷം എങ്ങനെയായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ കോമൺലി പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും. ഇപ്പൊ നമ്മള് നോർത്തിലൊക്കെ പോവാണെങ്കിൽ ഈ സമയത്തൊക്കെ അവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും. സോ അവര് നമ്മൾ ഫോണൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ അവർ പറയും, ഓ ഇവിടെ ഭയങ്കര തണുപ്പാ, എപ്പോഴും ബ്ലാങ്കറ്റ് ഒക്കെ യൂസ് ചെയ്തിരിക്കുക എന്നൊക്കെ അവർ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ പറയാം, ഓ ഇവിടെ ഭയങ്കര ചൂടാ, ഇവിടെ ആ ബ്ലാങ്കറ്റേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലത്തെ ചൂടാന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഓരോ സമയത്തെ കാര്യങ്ങളും നമ്മൾ അതിനെ വിവരിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. അതാണ് ഈ സംഭവം, ഇതാണ് ഇത്രേ ഉള്ളൂ ഇതിന്റെ ഇത്. അപ്പൊ അതിന് നമ്മൾ ഓരോ എന്താ പറയാ ക്ലാസ് ആയി ഇത് ഓരോ ഇതായിട്ട് നമ്മൾ പറയുന്നതന്നെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്നലെ എന്ത് സംഭവിച്ചു, ഇന്നലെ എന്ത് ഇപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ ഒരു കല്യാണത്തിന് പോയിരുന്നു, ഇന്നലെ നമ്മുടെ അടുത്തുള്ള കല്യാണത്തിന് പോയിരുന്നു. അപ്പൊ നല്ല അടിപൊളി കല്യാണമായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ, ഫുഡും അടിപൊളിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഇന്നലെ കല്യാണത്തിന് പോയ കാര്യം ആരുടെങ്കിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് പറയാറുണ്ട്, സ്വാഭാവികം നമ്മളത് പറയാറുണ്ട്, ഇന്നലെ സംഭവിച്ച ഒരു കാര്യം. അല്ലെങ്കിൽ തൊട്ട് മുന്നേ ആണെങ്കിൽ ഒന്ന് ഞങ്ങൾ രാവിലെ ഒരു കല്യാണത്തിന് പോയിരുന്നു, അടിപൊളി കല്യാണം, കല്യാണം കഴിച്ച് ഇപ്പൊ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ അതിനെ പറ്റി വിവരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സംഭവം. ഇതിന്റെ ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടല്ല, ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ അപ്പൊ അതിന്റെ ഷോർട്ടായിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വായിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും എന്തുവാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, എന്നോട് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു മടിയും വിചാരിക്കേണ്ട, ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പ്രോബബ്ലി എനിക്ക് എന്താ പറയാ മലയാളത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. യൂഷ്വലി ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇവിടെ അല്ലാത്തത് കൊണ്ട് എനിക്കിപ്പോ മലയാളം ഞാൻ ഇതിന്റെ വീഡിയോസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കാരണം എനിക്കിപ്പോ മലയാളത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ബാംഗ്ലൂരിലായിരുന്നു ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. അപ്പൊ പിന്നെ ഇപ്പൊ നാട്ടിലേക്ക് വന്നുകൊണ്ട്, ഇപ്പൊ നാട്ടിലായതുകൊണ്ടും എനിക്കിപ്പോ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും എനിക്ക് എല്ലാവരും ഇംഗ്ലീഷിൽ കുറച്ച് പഠിക്കണം, ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കണം എന്നുള്ള എനിക്കൊരു പേഴ്സണലി എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ പ്രോബബ്ലി കോമൺലി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. കാരണം എന്റെ മലയാളം കേൾക്കുമ്പോൾ തന്നെ പ്രോബബ്ലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണിത്. ഇന്നലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് മലയാളത്തിനെ പറ്റി. അപ്പോൾ നിങ്ങൾക്കും അത് സംശയം തോന്നാം, മലയാളം അത്ര ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഓരോ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും അപ്പൊ നിങ്ങൾക്ക് തോന്നാം മലയാളം അത്ര പോരാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എടുത്ത് പറഞ്ഞത് ഇതിങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് ചില വാക്കുകളൊക്കെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഞാൻ അത് പറയാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തരാം, കൂടുതൽ എനിക്കും മലയാളം പഠിക്കാം. അതാണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് വിളിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.